സ്പ്രിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ഒരു ഒരുക്കമാണ് ഈ റോഡ് സൈഡിലുള്ള ട്രീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കുക എന്നുള്ളത്. അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഇലക്ട്രിക് പോസ്റ്റുകളിലേക്കും കമ്പികളിലേക്കും നിൽക്കുന്ന ബ്രാഞ്ചസ് ഇല്ലേ, അതെല്ലാം കട്ട് ചെയ്ത് അവർ മാറ്റും. ഇനി ഈ കട്ട് ചെയ്ത ബ്രാഞ്ചസൊക്കെ 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇവിടെയെങ്കിലും കാണാൻ പറ്റുകയില്ല. അതൊക്കെ വേറൊരു മെഷീൻ അതിന് വേണ്ടി കൊണ്ടിട്ടേക്കും. അതിലേക്ക് ഈ മഞ്ഞ കളറിലെ മെഷീനാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ബ്രാഞ്ചസൊക്കെ അവർ ക്രഷ് ചെയ്യും. ഈ മെഷീൻ തന്നെ ക്രഷ് ചെയ്ത് പൊടിയാക്കി മാറ്റും. ഇപ്പോൾ ഈ വർക്കെല്ലാം ചെയ്യുന്നത് കണ്ടോ, 4 പേരാണ് ചെയ്യുന്നത്. ഒരാൾ ക്രെയിനിൽ കയറി മരം കട്ട് ചെയ്തിടുന്നുണ്ട്. 3 പേരവിടെ ക്ലീനിങ്ങും ഈ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുമുണ്ട്. ഇനിയും അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഈ ട്രാഫിക്കും മാനേജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വളരെ കുറച്ച് ലേബർ മതി. പക്ഷേ ഈ മെഷീൻ്റെ പവർ ഭയങ്കര കൂടുതലാണ്. നമ്മുടെ സ്ഥലമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം ഈ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തത് ക്രഷ് ചെയ്തെടുക്കുന്ന ഈ പൊടി ഇനി ഇവരിത് ട്രക്കിലേക്ക് മാറ്റും. ആ ട്രക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രക്ക്. ഈ പൊടിക്കുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ലാൻഡ് ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ പാർക്കുകളിലൊക്കെ നിലത്തൊക്കെ ഇടുന്നില്ലേ, അതൊക്കെ ഈ പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീൻ തന്നെ കപ്പിൾ ചെയ്യും മറ്റു ട്രക്കുമായിട്ട്. എന്നിട്ട് ഈ മെഷീനിൽ നിന്ന് ഈ പൊടിയെല്ലാം ആ ട്രക്കിലേക്ക് മാറ്റുകയാണ്. എന്നിട്ടാണ് ആ ട്രക്ക് ഡീകപ്പിൾ ചെയ്തിട്ട് അതിങ്ങോട്ട് പോകും.